മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം വിശ്വസിക്കുന്നതിലും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിലും മറ്റുള്ളവർക്ക് എന്തിനാണ് പ്രയാസം? ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു ക്ലിപ്പ് വരുമ്പോൾ കേട്ടു. അദ്ദേഹം പറയുന്നു, കാന്തപുരത്തിന്റെ വിശ്വാസം, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചും അയാൾ വിശ്വസിക്കുന്ന നമ്മളും വിശ്വസിക്കുന്നില്ല. സാധാരണയല്ലേ, സ്വാഭാവികല്ലേ? കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ വലിയ ഉഷാറാവുന്ന ഒരു കൂട്ടർ വിശ്വസിക്കുന്നു, കോൺഗ്രസ് വന്നാൽ ഉഷാറാവില്ല, ശരിയാവില്ല. സാധാരണയല്ലേ? അതിനുണ്ട് പരസ്പരം ആർക്കെങ്കിലും ഒരു പ്രശ്നം, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ ചോദിക്കലുണ്ട് ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ മനസ്സിലാവുന്നു, ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു. സ്വാതന്ത്ര്യമില്ലേ? സുബ്ഹാനല്ലാഹ്, പല കാര്യങ്ങളെ സംബന്ധിച്ചും ബുദ്ധിപരമായി ചിന്തിക്കാൻ സമൂഹത്തിന് കഴിയാതെ പോകുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ ക്ഷണിക്കുമോ? നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വരണം, ഞാനും പോകുന്നുണ്ടെന്ന് പറയൂലല്ലോ. അങ്ങനെ പറയൂലല്ലോ. കോൺഗ്രസിന്റെ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിൽ വരണമെന്ന് സുബ്ഹാനല്ലാഹ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ക്ഷണിക്കുമോ? അല്ലെങ്കിൽ അവൻ പോയിട്ട് സ്റ്റേജ് കയറിയിരിക്കുമോ? ഇല്ലല്ലോ. ഇതേപോലെ മുസ്ലിമീങ്ങളും മറ്റ് മതക്കാരും വിശ്വസിക്കുമ്പോ ഓരോ മതക്കാരനും അവന്റെ മതം, അതെ, അമ്പലങ്ങളിലേക്ക് സ്വാമിമാര് ക്ഷണിക്കും, അതേപോലെ തന്നെ പള്ളിയിലേക്ക് മുസ്ലിംമാര് ക്ഷണിക്കും, പള്ളിയിൽ മുസ്ലിയാർ ഇമാമത്തുക്കും, അമ്പലത്തില് അവിടെയുള്ള പൂജാരി അതിന് നേതൃത്വം കൊടുക്കും. അതേപോലെ തന്നെ ക്രിസ്തുമതം അവരുടെ ചർച്ചില് അവരുടെ അച്ഛന്മാരും പുരോഹിതന്മാരും അവിടെ നേതൃത്വം കൊടുക്കും. ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ടൊരു മതം ഉണ്ടാക്കാന്നാരും വിചാരിക്കരുത്. അങ്ങനെയുണ്ടൊരു ചക്കരച്ചോറ് വെക്കല്, അങ്ങനെ ഒരു കൂട്ടിക്കലർത്തിയുള്ള ഒരു മതം ഇല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, ഓരോരുത്തർക്കും അവരവരുടെ മതം. അതെല്ലാം കൂട്ടിച്ചേർത്താലാണ് സൗഹാർദ്ദമാകുക. അത് സൗഹാർദ്ദമല്ല, എല്ലാ മതവും പൊളിക്കലാണ്. അതെന്ത്? കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ക്യാമ്പംഗങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെന്താ പോകാത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ക്യാമ്പിൽ എന്തേ കോൺഗ്രസ്സുകാർ പങ്കെടുക്കാത്തത്? അതേപോലെ അവരെന്തേ അതിനുവേണ്ടി അനൗൺസ് ചെയ്യാത്തത്? അത് ഞങ്ങളെ പാർട്ടി നശിച്ചു എന്നാ ഓരോരുത്തർക്കും പറയാനുള്ളത്. എന്നാ പിന്നെ മതം വിശ്വസിക്കുന്നവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്, അവരുടെ മതം നശിച്ചു പോകും. പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വിശ്വാസത്തിന്റെ ഒരു 10,000 മടങ്ങല്ല സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിലുള്ള വിശ്വാസം. അതിനെതിരായി ഇവിടെ ഒരു പുതിയ മതം ആരും കൊണ്ടുവരണ്ട. കൊണ്ടുവന്നാൽ അവർക്കങ്ങനെ കൊണ്ടുവരാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അത് കൊണ്ടുവന്നാൽ മുസ്ലിം സമുദായം അംഗീകരിക്കുകയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്കുമുണ്ട്. ഈ ഒരു അവകാശം വകവെച്ചു കൊടുക്കാൻ ഉള്ള ഒരു വിശാല മനസ്സ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളാരും അവരവരുടെ വിശ്വാസം, ആ വിശ്വാസവുമായി അവരവർക്ക് ജീവിക്കുന്നതിന് ആരും തടസ്സം പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. പക്ഷേ പരിശുദ്ധ ദീനിന്റെ വിശ്വാസം അത് നിലനിർത്തിയേ പറ്റൂ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, സ്വർഗം തൊട്ടു നോക്കിയിട്ടില്ല, സ്വർഗം രുചിച്ചിട്ടില്ല, സ്വർഗം അതിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാനും അറിയാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്സാദിഖുൽ മസ്ദൂഖ്, സത്യം മാത്രം പറയുന്ന നേതാവാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗമുണ്ട്, ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് നരകമുണ്ട്, അതുപോലെ മലക്കുകളുണ്ട്, കഴിഞ്ഞുപോയ മുർസലീങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി അന്ത്യനാളുണ്ട്, ഖദറിൽ വിശ്വാസമുണ്ട്, ഖബറിൽ ശിക്ഷയും രക്ഷയുമുണ്ട്. പഠിപ്പിച്ചതെല്ലാം വിശ്വസിക്കുന്നവർക്കാണ് ഖുർആൻ സന്മാർഗം കാണിക്കുന്നതും സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതും. അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്.
അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ മുറക്ക് നിസ്കാരം നിർവഹിക്കുന്നവരാണ്. നിസ്കരിക്കാതെ പിന്നെ എന്ത് മുസ്ലിം എന്ത് മൂമിൻ? നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവരാണ് അവർ. ഇവിടെയും നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. ഓ മുസ്ലിമേ, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മകളുടെ വിവാഹം അങ്കഹത്തുക ബിന്തി എന്ന് പറയാനുള്ള അവകാശം പോലും നിനക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചു തരൂല എന്നൊരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിക്കുമ്പോ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു നിസ്കരിക്കണം, അല്ലാതെ നിസ്കരിക്കാത്ത കൃഷ്ണനെയും കുമാരനെയും ഒക്കെ നിസ്കരിപ്പിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിമാണോ അവൻ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. അപ്പോഴേ അവനൊരു ശരിയായ മുസ്ലിം ആവുള്ളൂ. യുഖീമൂന സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഒരു യുക്തിവാദിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അതായത് പടച്ചവൻ തന്നതാണ് എന്റെ സമ്പത്ത് എന്ന് വിശ്വാസമില്ല, എന്റെ ആരോഗ്യമെന്ന് വിശ്വാസമില്ല, എന്റെ ശരീരമെന്ന് വിശ്വാസമില്ല. അവനോടല്ലല്ലോ നീ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്, അവനോടല്ലല്ലോ നീ ചെലവഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹു ഉണ്ടെന്നും അവനല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും ആ അല്ലാഹു തആല ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നിയോഗിച്ചേച്ച അല്ലാഹുവിന്റെ തിരുദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും ഉറച്ചു വിശ്വസിക്കുന്നവനോടാണ് പറയുന്നത്. നീ 5 വഖ്ത് നിസ്കരിക്കണം, നീ സക്കാത്ത് നൽകണം, അതുപോലെ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. നീ മദ്യപിക്കരുത്, നീ വ്യഭിചരിക്കരുത്, നീ കുടുംബബന്ധം മുറിക്കരുത്, നീ ആരെയും ശല്യം ചെയ്യരുത്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ശല്യം ചെയ്യരുത്, നീ പലിശ വാങ്ങരുത്, കൊടുക്കരുത്, നീ അതാ അന്യപെണ്ണുമായി നീ ബന്ധം പുലർത്തരുത്, അന്യപെണ്ണിനെ നീ മനഃപൂർവ്വം നോക്കരുത്, അന്യപെണ്ണിനെ നോക്കി ആസ്വദിക്കരുത്, അന്യപെണ്ണിനെ സ്പർശിക്കരുത്, അന്യപെണ്ണിന്റെ കൂടെ ഒന്നിച്ചു നിന്ന് തുള്ളരുത്, നീ അന്യപെണ്ണുമായി ബന്ധപ്പെടുന്ന ഏർപ്പാടുകൾ നടത്തരുത്. കാരണം എന്തേ? ഖുർആന്റെ ശൈലി കണ്ടോ നിങ്ങൾ? ഖുൽ ലിൽ മുഅ്മിനീൻ, വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. ഖുല്ലിൽ കാഫിരീൻ എന്നല്ല, ഖുല്ലിൽ മുൻകിരീൻ എന്നല്ല, ഖുല്ലിൽ ജാഹിദീൻ എന്നല്ല. ഖുർആൻ നിഷേധിക്കുന്നവരോട് പറയാനല്ല. ഖുർആനിന്റെ നിർദ്ദേശം ഖുല്ലിൽ മുഅ്മിനീൻ, ഖുർആൻ വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. ഖുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂ മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ല എന്ന് പറയൂ നബിയേ. ഒരു റിട്ടയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ചോദിക്കുന്നത് കണ്ടാൽ എന്താ വരിക, എന്റെ അപ്പുറം അയാൾ എന്താ വരിക? ഇവിടെ മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് അവർ പഠിച്ചത്. അവർ ഖുർആനാണ് പ്രചരിപ്പിക്കുന്നത്, ഖുർആനാണ് പറയുന്നത്. ഈമാനുള്ളവരോട് പറയൂ, അല്ലാതെ വിശ്വാസമില്ലാത്തവനോട് പറഞ്ഞിട്ടില്ല. വിശ്വാസമുള്ളവനോട് പറയൂ, യഖുദ്ദൂ മിൻ അബ്സാരിഹിം, അവൻ ദൃഷ്ടി താഴ്ത്തട്ടെ, അവൻ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. വയഫ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ, സ്വകാര്യ അവയവങ്ങൾ അവർ തെറ്റുകളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധിയുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം നിശ്ചയം അല്ലാഹു തആല അറിയുന്നവനാണ്. ഈ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ചോദ്യമുണ്ട്. അതേ, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഖുർആൻ എത്ര സ്ഥലത്താണ് ആ ഒരു ദിനത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചത്. അൽ ഹാഖ്ഖതു മൽ ഹാഖ്ഖ വമാ അദ്റാക മൽ ഹാഖ്ഖ. അങ്ങനെ എത്ര ആയത്താണ്. അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം.
എത്രയോ ആയത്തുകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നു അന്ത്യനാളുണ്ട്. ആ അന്ത്യനാളിൽ എല്ലാ ജനങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല, ആർക്കും കഴിയില്ല. മറ്റുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം ആ റബ്ബ് ചോദിക്കാൻ പോകുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും. അതെ, ആ ഒരു ദിവസം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ദിവസമാണ്. നഖ്തിമു അലാ അഫ്വാഹിം തുകല്ലിമുനാ അയ്ദീഹിം. കൈകൾ സംസാരിക്കും ആ ദിനത്തിൽ, കാലുകൾ സാക്ഷി പറയും ആ ദിനത്തിൽ. നഖ്തിമു അലാ അഫ്വാഹിഹിം. അതേ, തൊള്ളകൾക്ക് സീലി വെച്ചു പോകും ആ ദിനത്തിൽ. അവിടെ ആർക്കും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. മലക്കുകൾ അണിയണിയായി വന്ന് വലയം ചെയ്യും. എല്ലാവരും പേടിച്ചു പറക്കും. അങ്ങനെ ഒരു ദിവസമുണ്ട്. അതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് യൗമുൽ ആഖിറിലുള്ള വിശ്വാസം. ആ വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് അവരുടെ പാരത്രിക ലോകം വിജയിപ്പിക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നത് കൃത്യമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അത് പിന്തുടർന്ന് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها. അത് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. എന്താണ് ശരീഅത്ത്, എന്താണ് നിയമം, എന്താണ് ദീൻ, എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് ഹദീസിലുള്ളത് എന്നറിയാത്ത മനുഷ്യന്മാരുടെ തടിയിച്ചക്ക് പിന്തുടർന്ന് പോകണ്ട, ഫോളോ ചെയ്ത് പോകണ്ട. അവർ വിവരമില്ലാത്തവരാണ്, അവരെ ആ ഒരു ഭാഗത്ത് തള്ളിക്കൊള്ളൂ. എന്നിട്ട് ഖുർആൻ പഠിച്ചവർ പറയുന്നതനുസരിച്ച് ജീവിച്ചോളൂ. ഇതാണ് ഖുർആനിന്റെ അധ്യാപനം. സുഹൃത്തുക്കളെ, ഈമാന് വേണം. ഏറ്റവും ഉപരി വേണ്ടത് ഈമാനാണ്. അല്ലാഹു വീണ്ടും പറയുന്നു, അല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക. അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. വമാ ഉൻസില മിൻ ഖബ്ലിക. അങ്ങയ്ക്ക് മുമ്പ് ഇവിടെ വന്ന കുറെ അംബിയാ മുർസലീങ്ങളുണ്ട്, അവർക്ക് ഇറക്കപ്പെട്ടതും വിശ്വസിക്കുന്നവർ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവര് പാരത്രിക ലോകത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. അവർക്കാണ് ഖുർആൻ സന്മാർഗം കാണിച്ചു കൊടുത്ത് സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അവർ അവരുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിന്മേലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തന്നെയാണ് വിജയികൾ. നിങ്ങളെ ഈ ഭൂമി ലോകത്തുള്ള എന്തെങ്കിലും മത്സരത്തിലുള്ള വിജയമോ, ഈ ഭൂമിയിലുള്ള സാമ്പത്തിക വിജയമോ, ഈ ഭൂമി ലോകത്താരുടെങ്കിലും കയ്യടി വാങ്ങലോ അതൊന്നും വിജയമല്ല കേട്ടോ. അതൊക്കെ താൽക്കാലികമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഭരണാധികാരിയാണ്, പിറ്റേ ദിവസം തൂക്കിലേറ്റപ്പെടുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളല്ലേ. ഒരു ദിവസം അദ്ദേഹം വലിയ ഉന്നത സ്ഥാനത്താണ്, 2 ദിവസം കഴിയുമ്പോൾ ജയിലിലാണ്. നമ്മൾ കാണുന്നതല്ലേ. ഒരു ദിവസം നല്ല ആരോഗ്യമുള്ളവനാണ്, പിറ്റേ ദിവസം അദ്ദേഹം കുഴഞ്ഞു വീണിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അദ്ദേഹം വലിയ സമ്പന്നനാണ്, പിന്നൽപ്പ ദിവസം കഴിയുമ്പോൾ അവൻ ഏറ്റവും വലിയ ദരിദ്രനാണ്. നേരത്തെ ദരിദ്രനായവൻ ഇന്ന് സമ്പന്നനാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ളത് എന്തിനാണ് നിലനിൽപ്പുള്ളത്? ഇനി ചോദിക്കട്ടെ, നീ ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ നീ ഏത് കക്ഷിയാണെങ്കിലും ചോദിക്കട്ടെ, നിന്റെ തലയിലുള്ള രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? കറുത്ത രോമം വെളുത്തുപോയില്ലേ പ്രധാനമന്ത്രിയുടേതടക്കം? എന്റതും വെളുത്തിട്ടുണ്ട്. അതൊരു ന്യൂനതയാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ അത് കറുത്ത നിലക്ക് നിലനിർത്താൻ, സ്വന്തം തലയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? എനിക്കധികാരമുണ്ടോ?
സ്വന്തം കരളിന് രോഗം വരുന്നത് കാണുന്നില്ലേ? ഹാർട്ടിന് രോഗം വരുന്നത് കാണുന്നില്ലേ? കിഡ്നിക്ക് രോഗം വരുന്നത് കാണുന്നില്ലേ? ബ്രെയിനിന് രോഗം വരുന്നത് കാണുന്നില്ലേ? ചോദിക്കട്ടെ, ഏത് അമേരിക്കയുടെ പ്രസിഡന്റിനാണ്, ഏത് മനുഷ്യനാണ് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ കഴിവുള്ള രാജാവാരാണ്? ഭരണാധികാരി ആരാണ്? ചോദിക്കട്ടെ, ട്രംപിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയുമോ? ചീഫ് ജസ്റ്റിസിന് റിട്ടയർ ആയിട്ടില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, അതാ രോഗം സ്റ്റേ ചെയ്യാൻ കഴിയുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പടച്ചവന്റെ അധികാരമല്ലേ ലോകം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച്, അവൻ ഇറക്കിയ ഖുർആനിൽ വിശ്വസിച്ച്, അവൻ പറഞ്ഞേറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച് നീങ്ങുന്നവർ അവരാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവർ. കാരണം അവർക്ക് മരണത്തോടെ അവർക്ക് സമ്മാനമാണ്, അവർക്ക് സന്തോഷമാണ്, ഖബറിൽ സന്തോഷമാണ്, മഹ്ശറിൽ തണലാണ്, അതിനപ്പുറം സ്വർഗമാണ്. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും തീരുന്ന ലോകമല്ല. അവിടെ എതിരാളിയില്ല, വിമർശകനില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തത്തിൽ പറഞ്ഞ ആശയം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പ് മുറിക്കുന്ന മുറിയന്മാരില്ല, ദ്രോഹിക്കുന്നവരില്ല, കബളിപ്പിക്കുന്ന ദജ്ജാലുകളില്ല, അതേ കള്ളം പറയുന്ന കദ്ദാബുകളില്ല. അവിടെ അക്രമികളില്ല, അവിടെ തലവേദനയില്ല, ജലദോഷമില്ല, ക്യാൻസറും ട്യൂമറും അൾസറുമില്ല, ഒരു രോഗവുമില്ല. സന്തോഷം മാത്രമുള്ളൊരു ലോകം, അത് തീരാത്ത കാലം. ആ സ്വർഗം അനുഭവിച്ചുകൊണ്ട് വിജയിക്കുന്നവർ അത് മുഅ്മിനീങ്ങളാണ്. ആ ഈമാൻ അത് സംരക്ഷിക്കാനാണ് ഏതൊരു മുസ്ലിമും ശ്രമിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞു. സഹിഹായ ഹദീസ് അല്ലേ അത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലേ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഒരു കൂട്ടർ പറഞ്ഞു, അല്ല, പള്ളി പോലാണ് ഖൈർ. അവർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിന്ന സ്വലാഹ്. സ്ത്രീകൾ അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ, ആവശ്യത്തിന് അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. പഴയ കാലത്ത് കഴിഞ്ഞുപോയ ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളെ പോലെ അവരെ ഭംഗി അവർ പ്രകടിപ്പിക്കാൻ പോകണ്ട. അവര് വീട്ടിൽ നിന്ന് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ ഒരുപാട് ആശയങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ അത് സ്വീകരിക്കാൻ ഒരു കൂട്ടര് തയ്യാറല്ല. അവര് സ്ത്രീകളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെയല്ലേ MCC അബ്ദുറഹ്മാൻ മൗലവി, MCC അഹമ്മദ് മൗലവി ഒരു പുസ്തകം എഴുതി, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നാണ് അതിന്റെ പേര്. അതിൽ അയാൾ എന്ത് പറഞ്ഞു? മുസ്ലിം സ്ത്രീകളെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഖുർആനിനെ വെല്ലുവിളിക്കുകയാണ്. സ്ത്രീകളെ അടിച്ച് പുറത്തിറക്കണമെന്ന് അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറങ്ങിപ്പോകുമ്പോൾ ശരീരം സ്ത്രീകൾ എത്ര മറക്കണം? അയാൾ പറഞ്ഞു, മുട്ടുപൊക്കലിനിടയിൽ മറച്ചാൽ നല്ലതാണ്, വേണമെന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതല്ലേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഖുർആൻ പറഞ്ഞത് അവര് മുഅ്മിനീങ്ങളാണോ? മുഅ്മിനീങ്ങളാണെങ്കിൽ അതവർക്ക് പറയാൻ കഴിയുമോ? ഇന്നാ ലില്ലാഹ്
യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, സ്ത്രീകൾ അവരുടെ മേലാടകൾ അവർ താഴ്ത്തിയിടണം, മാറ് കാണിക്കരുത്, മുടി കാണിക്കരുത്. എന്തിനധികം പറയണം, അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവർ നോക്കുമെന്ന് കണ്ടാൽ മുഖം തന്നെ കാണിക്കരുത്. അങ്ങനെയല്ലേ ഖുർആനും ഹദീസും പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ എന്തെല്ലാം പരിപാടിയാണ്. ഞാനിപ്പോ എൻ്റെ അടുത്തുണ്ട് ഒരു ക്ലിപ്പ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറയിലെ അംഗങ്ങൾക്കൊക്കെ അത് കേൾപ്പിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ആലിമീങ്ങളെ ഒന്നും നോക്കൂലല്ലോ. അവർക്ക് ഇത് നോക്കി നടക്കില്ല. അവർ ഖുർആൻ എടുത്ത് ഓതുകയും സലാത്തുകളും ഒക്കെ അല്ലാതെ ഈ ക്ലിപ്പ് നോക്കി നടക്കാൻ അവർക്ക് പണി. സുബ്ഹാനല്ലാഹ്. 3 പെണ്ണുങ്ങൾ നിന്ന് പാട്ട് പാടുന്നു. എന്തിനാ പാട്ട് പാടുന്നത്? ആരോഗ്യം കിട്ടാനുള്ള ദുആയാ? അല്ല, ആരോഗ്യ പരിപാടിയാണ് എന്ന പേര്. 3 പെണ്ണുങ്ങൾ, 2 അമുസ്ലിം സ്ത്രീയും 1 മുസ്ലിം സ്ത്രീയും നിന്ന് പാട്ട് പാടുന്നു. പാട്ടിലെന്താ പറയുന്നത്? കടുത്ത കുഫ്ർ. അള്ളാഹിനോട് പറയാണ്, ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്. അള്ളാഹ്ക്ക് മക്കളുടെ വിശ്വസിച്ചാൽ മുസ്ലിം ആവോ? അൽഹംദുലില്ലാഹില്ലദീ أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. ഖുർആൻ ഇറക്കിയത് തന്നെ പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് റബ്ബ് പറയുന്നു, കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരെ തൊള്ളയിൽ നിന്ന് വന്ന ആ വാക്കുണ്ടല്ലോ, പടച്ചവന് മകനുണ്ടെന്നോ മകളുണ്ടെന്നോ പറയുന്ന വാക്ക്, അത് വല്ലാത്ത ഗൗരവമുള്ള വാക്കായി പോയി. ഈ പച്ച കുഫ്ർ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എഴുന്നേറ്റ് പാടിയിട്ട് ക്ലിപ്പാക്കി വിടുകയാണ്. ആരോഗ്യം ഉണ്ടാക്കാനാണ് എന്നാ പറയുന്നത്. ഈ പാട്ടുപാടി ആരോഗ്യം ഉണ്ടാവുന്ന ഏത് വൈദ്യശാസ്ത്രത്തിലാ പറഞ്ഞത്? ഏത് ഡോക്ടറാ പറഞ്ഞത്? പടച്ചവന് മക്കളുണ്ട് എന്ന് പാടിയാൽ അതുകൊണ്ട് എന്ത് ആരോഗ്യമാ കിട്ടുന്നത്? ഈമാൻ നശിക്കലല്ലാതെ അതിന്റെ ഫലം എന്താണ്? ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ 100 കാര്യങ്ങൾ പറയാനുണ്ട്. അത് പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുമ്പോ അല്ല, ഞങ്ങള് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പാടുന്നതിന് വിരോധമില്ല. ഇവിടെ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാമിൽ അത് പറ്റൂല. ഈമാനുള്ളവന്റെ ഈമാൻ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ പാട്ട് പാടാൻ പറ്റൂല. ആ നിലക്ക് സ്ത്രീകളെ ഇറക്കാൻ പറ്റൂല. അത് മുസ്ലിം പണ്ഡിതന്മാര് അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതേ എന്റെ തലയിലേക്ക് അബൂ ദർ ഗിഫാരി തങ്ങൾ പറഞ്ഞതുപോലെ വാളെടുത്തിട്ട് ഇങ്ങനെ മൂർദാവിൽ വെച്ചിട്ട് അള്ളാന്റെ ദീന് പറയാൻ എനിക്ക് അവസരം തന്നാൽ ആ വാള് കൊണ്ട് വെട്ടി നുറുക്കപ്പെടുന്നത് വരെ ഞാൻ പറയും എന്നല്ലേ സഹാബത്ത് പറഞ്ഞത്. സഹീഹുൽ ബുഖാരിയിലുള്ളത്. പരിശുദ്ധ ദീനിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തടയിടാൻ ആർക്കും തന്നെ ഇവിടെ സാധ്യമല്ല. അതൊന്നിന്റെ പേരിലുമായ എന്തിന്റെ പേരിലായ ഈ കുഫ്ർ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയോ? എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പാടുക, ഓ ചൈതന്യമേ. എന്ത് ചൈതന്യം? അല്ലാഹ് ചൈതന്യ. അള്ളാഹുവിനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? ഇത് മുസ്ലിം പെണ്ണ് പാടുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. ക്രിസ്ത്യാനികളായ സ്ത്രീകൾ പാടിയാൽ നമ്മളൊന്നും പറയൂല, അത് അവരുടെ വിശ്വാസം. അവർക്ക് മക്കളുടെ വിശ്വാസം ഉണ്ടാവും. അതേപോലെ വേറെ ഏതെങ്കിലും മതക്കാര് പാടിയാൽ നമുക്കതിലും പറ്റുന്ന പറയാനില്ല, അത് അവരുടെ വിശ്വാസം. മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട് എന്തിനിങ്ങനെ പാടിക്കണം? ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെ എന്തിനിങ്ങനെ കുഫറിലേക്ക് കൊണ്ടുപോകണം? എന്തിന് അവരെ അന്യപുരുഷന്മാരുടെ കൂടെ നിന്ന് ഒന്നിച്ച് ഇമാമും ജമാഅത്തുമായിട്ട് ഇമാമും മൗമൂമികളുമായിട്ടുള്ള തുള്ളൽ? ഇന്നാലില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടൊക്കെ മുസ്ലിം സ്ത്രീകളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്. പക്ഷെ അവരും പള്ളിയിൽ ഇമാമിന്റെ നേരെ ബാക്കിൽ പെണ്ണുങ്ങളെ നിർത്താറില്ലല്ലോ. അവര് വേറെ തന്നെ ഒരു മറയൊക്കെ കെട്ടി ആ മറേന്റെ അപ്പുറല്ലേ നിർത്താറുള്ളൂ. ഇതങ്ങനല്ല. പിന്നെ കളിക്കുന്ന ഒരു ഇമാം, ആ ഇമാമിന്റെ നേരെ ബാക്കിൽ ആണും പെണ്ണൊക്കെ എന്നിട്ട് ഒന്നിച്ച് തുള്ളൽ. അല്ല, യുവതികൾ വന്ന് രാവിലെ തന്നെ തുള്ളൽ വല്ലാത്ത സൽക്കർമ്മം തന്നെ. ഇതിനെതിരെ പണ്ഡിതന്മാരൊന്നും പറയാൻ പറ്റൂല അല്ലേ?
ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര വിഷയങ്ങൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് അങ്ങനല്ലേ? ഗേൾസ് സ്കൂളില്ലേ ഇവിടെ? കുടുംബശ്രീ ഇല്ലേ ഇവിടെ? അതുപോലെ തന്നെ ഷീ ടോയ്ലറ്റ് ഇല്ലേ ഇവിടെ? അതുപോലെ വനിതാ പോലീസ് ഇല്ലേ ഇവിടെ? സുബ്ഹാനല്ലാഹ്, വനിതാ കമ്മീഷൻ ഇല്ലേ ഇവിടെ? ഇതുപോലെ തന്നെ സ്ത്രീക്ക് കയറാൻ മുന്നിലെ ഡോറ് പറയുന്നില്ലേ ഇവിടെ? അതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാൻ റിസർവ് ചെയ്ത സീറ്റില്ലേ ഇവിടെ? അവർക്ക് യാത്ര ചെയ്യാൻ വനിതാ കമ്പാർട്ട്മെന്റ് ഇല്ലേ ഇവിടെ? ഷീ ടാക്സികളില്ലേ ഇവിടെ? അതുപോലെ തന്നെ സ്ത്രീകൾക്കായി കായിക രംഗങ്ങളില്ലേ ഇവിടെ? സ്ത്രീകൾക്കായി തൊഴിലുറപ്പ് പദ്ധതിയില്ലേ ഇവിടെ? സ്ത്രീകളെ പാർപ്പിക്കാൻ വനിതാ ജയിലില്ലേ ഇവിടെ? അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമമില്ലേ ഇവിടെ? ഇതിലൊന്നും ഒരു മീഡിയക്ക് ഒരു പ്രശ്നമില്ല, ഒരു പാർട്ടിക്കാരനും പ്രശ്നമില്ല, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആക്കുന്നതിന് പ്രശ്നമില്ല. അതേ സമയത്ത് പിന്നെ എന്ത് വേണം? രാവിലെ തന്നെ യുവാക്കൾ യുവതികൾ ഒന്നിച്ചു തുള്ളണം. അതിന് ആലിമീങ്ങളൊക്കെ ഫത്വ കൊടുക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 100 വർഷത്തോളമായി സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് ആണും പെണ്ണും സങ്കലനം നടത്താൻ ശ്രമിച്ച മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അത് വിജയിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ചുളിവില് ഇവിടെ വന്നിട്ട് ദീൻ നശിപ്പിക്കാൻ വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഉലമാക്കൾക്ക് കഴിയൂല. ഇവിടെ ദീൻ ദീനായി തന്നെ പറയും. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, തള്ളുന്നവന് തള്ളാം. ആലിമീങ്ങൾക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വേദനയോടെ പറയാണ്. അള്ളാഹുവിന്റെ ദീൻ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, സ്ത്രീകളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിയമം എത്രത്തോളം എന്നറിയോ? വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ഖുർആനിലുള്ളതാണ്. സ്ത്രീകളെ, നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ കാലിന് പാദസരം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കരയുന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങളെ കാലിന്റെ ശബ്ദം പോലും മറ്റുള്ളവർ കേൾക്കാൻ ഇടം വരരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആ സ്ത്രീകളെ പച്ചയായി കൊണ്ടുവന്ന് പുരുഷന്മാരുടെ കൂടെ തുള്ളിക്കുന്ന ഒരു ഏർപ്പാട് അതെങ്ങനെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അതിലേക്ക് ഇനിയും കിടന്ന് സംസാരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഏൽപ്പിച്ച പണി ഓരോരുത്തർ ചെയ്യണം. ഉലമാഇന് ആലിമീങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ജോലി അത് ദീൻ പറയലാണ്, ഖുർആൻ പറയലാണ്, ഹദീസ് പറയലാണ്. അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അവര് വെള്ളം കുടിക്കുന്നത് പടച്ചവന്റേതാണ്, അവര് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ ഭക്ഷണമാണ്, അവർ ശ്വസിക്കുന്നത് അള്ളാഹു നൽകിയ ഓക്സിജനാണ്. അവരുടെ ശരീരത്തിലെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും റബ്ബ് കൊടുത്തതാണ്. അവരുടെ എല്ലും പല്ലും തോലും റബ്ബ് കൊടുത്തതാണ്. അവരുടെ രോമവും പല്ലു എല്ലാം അള്ളാഹു കൊടുത്തതാണ്. ആ അള്ളാഹുവിനോടാണ് ഒന്നാമത്തെ കടപ്പാട്. ആ പടച്ചവന്റെ ഖുർആൻ മൂടി വെക്കാൻ മൗലവിമാരെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കഴിയൂല. പരിശുദ്ധ ഖുർആൻ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഹദീസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ തറക്തു ഫീകും അംറൈനി ലൻ തദുല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. അല്ലാഹുവിന്റെ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയും മുറുകെ പിടിച്ചാൽ പിഴച്ചു പോകില്ല. നബി തങ്ങൾ നേരത്തെ പറഞ്ഞതാ. അത് രണ്ടും ഇവിടെയുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്. അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖർജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊരൊറ്റ സ്ത്രീ പോലും ഒരു ജുമുഅക്ക് പങ്കെടുക്കാനോ ജമാഅത്തിന് പങ്കെടുക്കാനോ പുറപ്പെട്ടു പോയതായി നമ്മൾ പരിശോധിച്ചിട്ട് കാണുന്നില്ല. സഹാബത്തും അതുപോലെ സ്ത്രീകൾക്ക് അനുമതി കൊടുത്തത് കാണുന്നില്ല. എന്തേ കാരണം? അവർ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാണ്, ഹദീസ് അനുസരിച്ച് ജീവിച്ചവരാണ്. ആ ഹബീബിനെ നബികളെ തള്ളിയിട്ട് സഹാബത്തിനെ തള്ളിയിട്ട് ഇവിടെ ഒരു പുതിയ മതം കൊണ്ടുവരാൻ ഏത് മൗലവിമാര് ശ്രമിച്ചാലും അതിനെ പിന്തുണക്കാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് കഴിയൂല.